മക്കളെ സ്കൂളിൽ അയച്ച ശേഷം ഫോണിൽ ഫേസ്ബുക്ക് നോക്കിയിരിക്കുകയായിരുന്നു സുചിത്ര. അപ്പോഴാണ് അമൽ എന്ന പേരുള്ള ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും അവൾക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നത്. കൗതുകം തോന്നിയ അവൾ ആ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ അതൊരു ഫേക്ക് ഐഡിയ ആണെന്ന് മനസ്സിലായി. തന്റെയും ഫേക്ക് ഐഡിയ ആണല്ലോ എന്നോർത്ത് അവൾ അത് കാര്യമാക്കിയില്ല. ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലും പേജിലും വരുന്ന കഥകൾ വായിക്കാനും കമന്റ് ഇടാനും ഒക്കെയാണ് സുചിത്ര ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നത്. പല കഥകളും വായിക്കുമ്പോൾ തൻ്റെ ജീവിതവുമായി സാമ്യം തോന്നിയിരുന്നത് അവളെ വായനയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരുന്നു. കൊറിയനായ ഭർത്താവും 2 മക്കളും അടങ്ങുന്നതാണ് സുചിത്രയുടെ കുടുംബം. സുചിത്രയുടെ ഭർത്താവ് സജി സെക്യൂരിറ്റി ജീവനക്കാരനാണ്. മൂത്ത മകൾ തൻവി 7ലും ഇളയ മകൻ തൻവീർ 5ലും പഠിക്കുന്നു. രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകുന്ന സജി രാത്രി 8:30 മണിക്കാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. വരുമ്പോൾ മൂക്കട്ട് കഴും മോന്തി പാതി ബോധത്തിലായിരിക്കും വന്നു കയറുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ ഈ കാഴ്ച കാണാതിരിക്കാനായി സുചിത്ര 2 പേരെയും നേരത്തെ ഭക്ഷണം കൊടുത്ത് ഉറക്കും. കള്ളുകുറി ഉണ്ടെങ്കിലും സജി മാവിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ വീട്ടിന് ചിലവിന് കൊടുക്കാതിരിക്കുകയോ ചെയ്യില്ല. സജിയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. ബഗയിലെ ഒരു അമ്മാവന്റെ വീട്ടിലാണ് അയാൾ വളർന്നതും പഠിച്ചതും ഒക്കെ. അതുകൊണ്ട് ജീവിതാനുഭവം അയാളെ ഒരു മുരടനും അധികം സംസാരിക്കാത്ത അന്തർമുഖനുമാക്കി മാറ്റിയിരുന്നു. 13 വർഷം മുമ്പ് അമ്മാവന്റെ പരിചയത്തിലെ സുഹൃത്ത് വഴിയാണ് സജിക്ക് സുചിത്രയുടെ ആലോചന വരുന്നത്. അമ്മാവൻ തന്നെ മുൻകൈയെടുത്ത് വിവാഹം നടത്തിക്കൊടുത്തു. അതോടെ സജി ഭാര്യയുമായി വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു. വിവാഹം കഴിഞ്ഞ് 2 മക്കളും ഉണ്ടായ ശേഷമാണ് സജി കുടിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സുചിത്രയ്ക്കായില്ല. അവൾ ആവതും അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സജി കൂടി നിർത്താൻ തയ്യാറായില്ല. സജിയോട് പിണങ്ങി കുറച്ചു ദിവസം സുചിത്ര അവളുടെ വീട്ടിൽ പോയി നിന്നെങ്കിലും അവളുടെ വീട്ടുകാർ അവളെ സജിയോടൊപ്പം മടക്കി അയച്ചു. കൂടിയനായാലും കുടുംബം നോക്കുന്നതല്ലേ അവൻ. നീ ഇങ്ങനെ പിണങ്ങി വീട്ടിൽ വന്നു നിന്നാൽ സഹോദരിമാർക്ക് നല്ല ആലോചനകളൊന്നും വരില്ലെന്ന ന്യായീകരണമാണ് സുചിത്രയുടെ വീട്ടുകാർ പറഞ്ഞത്. അങ്ങനെ പോകെ പോകെ അവൾ അയാളുടെ സ്വഭാവ രീതികളുമായി പൊരുത്തപ്പെട്ടു. കിടപ്പുമുറിയിൽ അയാളിൽ നിന്ന് വമിക്കുന്ന കല്ലിന്റെ മണവും കൂർത്തമരയും സഹിച്ച് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുമാണ് സുചിത്ര നേരം വെളുപ്പിക്കുന്നത്. വെളുപ്പിനറിയിക്കുന്ന സജി കുളിച്ച് വസ്ത്രം മാറി പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് വീട്ടു ചിലവനായി മേശവലിപ്പിലിട്ട ശേഷം ഒരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ജോലിക്കായി പോകും. സുചിത്രയുടെ ജീവിതം നിരാശയിലേക്ക് കോപ്പ് കുത്തിക്കൊണ്ടിരുന്നു. ഒരു ഭർത്താവിൽ നിന്ന് അവൾ ആഗ്രഹിച്ച സ്നേഹമോ പരിഗണനയോ സ്വകാര്യ നിമിഷങ്ങളോ അവൾക്ക് അയാളിൽ നിന്നും കിട്ടിയിട്ട് വർഷങ്ങളായി. മനസ്സും ശരീരവും മുരടിച്ചു പോയെങ്കിലും ഇടയ്ക്കൊക്കെ സജിയുടെ സാമീപ്യം അവൾ ആഗ്രഹിച്ചു പോകാറുണ്ടായിരുന്നു. സ്നേഹത്തോടെ സജി തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് സുചിത്ര ഒരുപാട് രാത്രികളെ കരഞ്ഞിട്ടുണ്ട്. സജിയുടെ മക്കളെ പ്രസവിക്കാനും അവരെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിൽ വിടാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും മാത്രമാണ് തന്നെ അയാൾക്ക് ആവശ്യമുള്ളത് എന്ന് അവൾക്ക് തോന്നി. ആഴ്ചയിൽ ബുധനാഴ്ചയാണ് സജിക്ക് ലീവുള്ള ദിവസം. അന്നത്തെ ദിവസം രാവിലെ മുതൽ ഉച്ച വരെ അയാൾ ഉറക്കമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം എണീറ്റ് കുളിച്ച് ചോറും കഴിച്ച് കവലയിലേക്ക് പോകും. സ്കൂൾ വിട്ട് വരുന്ന മക്കളെയും കൊണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ വീട്ടിലാക്കിയിട്ട് അയാൾ കള്ള് ഷാപ്പിലോ ബാറിലേക്കോ പോകും. ഇതായിരുന്നു സജിയുടെ പതിവ് രീതികൾ. അങ്ങനെയാണ് ജീവിതത്തിലെ വിരസതയും ബോറടയും മാറ്റാനായി സുചിത്ര വായന തിരഞ്ഞെടുത്തത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഫോണിൽ കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സുചിത്രയ്ക്ക് അമലിന്റെ ഹായ് എന്നൊരു മെസ്സേജ് വരുന്നത്. ആദ്യം അവൾ അത് ഗൗനിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും 2 മെസ്സേജ് കൂടെ വന്നു. അത് കണ്ടപ്പോൾ സുചിത്ര ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കി. ഹായ്, ഞാൻ അമൽ. പ്രതി കമൻസിന്റെ ഒരു ആരാധകനാണ് ഞാൻ.
എങ്ങനെ സാധിക്കുന്നു ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാൻ? തൻ്റെ അനുഭവങ്ങളാണല്ലേ ഇങ്ങനെ ഹൃദയസ്പർശിയായി അഭിപ്രായം എഴുതാൻ തനിക്ക് പ്രചോദനമായത്. അമലിൻ്റെ ആ മെസ്സേജ് വായിച്ചപ്പോൾ സുചിത്ര ആശ്ചര്യപ്പെട്ടു. തൻ്റെ അനുഭവങ്ങളുമായി സാമ്യം തോന്നുന്ന കഥകളിൽ നീണ്ട അഭിപ്രായങ്ങൾ സുചിത്ര എഴുതാറുണ്ട്. അത് അമൽ എന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കിയതിൽ അവൾക്ക് സന്തോഷം തോന്നി. ഒരാളെങ്കിലും തൻ്റെ വിഷമതകൾ തിരിച്ചറിഞ്ഞല്ലോ. ഹായ് അമൽ, താങ്കൾ എത്ര കൃത്യമായി എൻ്റെ സങ്കടം മനസ്സിലാക്കി. ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക്സ് അമൽ. അവൾ അവനുള്ള റിപ്ലൈ ടൈപ്പ് ചെയ്തു. എല്ലാം ശരിയാവോടോ? കഷ്ടതകളില്ലാത്ത ജീവിതമുണ്ടോ? അമലിൻ്റെ ഉടനെ റിപ്ലൈ വന്നു. എന്ത് പ്രശ്നം അവന് ശരിയാകുന്നതൊന്നുമല്ല. എത്ര വർഷമായി ഞാൻ ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്നു. എൻ്റെ മക്കളെ ഓർത്താണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എന്താണോ തൻ്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും. ഒരാളോടെങ്കിലും മനസ്സ് തുറന്ന് അത്രയും വിഷമം കുറഞ്ഞു കിട്ടും. അമൽ എൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ അവൾക്കുള്ളിൽ സന്തോഷം തോന്നി. ആദ്യമൊക്കെ ഒന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും പിന്നെ അവൾ തൻ്റെ വിഷമങ്ങൾ ഓരോന്നായി അമലിനോട് പറയാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ അവളുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമായി വന്നു. അമലിൻ്റെ ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചതാണ്. അവർക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു. ഭാര്യ മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ പനി വന്ന് മോളും മരിച്ചുപോയി. ഭാര്യയുടെയും മകളുടെയും വേർപാട് താങ്ങാൻ കഴിയാതെ അമൽ നാട്ടിലെ ജോലി രാജിവെച്ച് മുംബൈക്ക് പോയി. ഇപ്പോൾ അവിടെ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അമലിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ സഹോദരിയോടൊപ്പമാണ് താമസം. അമലിൻ്റെ ജീവിതകഥ അറിഞ്ഞപ്പോൾ സുചിത്രയ്ക്ക് ആകെ വിഷമമായി. ഇരുവരും പരസ്പരം വിഷമങ്ങൾ പങ്കുവച്ച് ആശ്വസിപ്പിച്ചും ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അറിയാതെ തന്നെ രണ്ടുപേർക്കുമിടയിൽ ഒരു പ്രണയം രൂപം കൊണ്ടു. രാവിലെ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയ ശേഷം സുചിത്ര അമലുമായി ചാറ്റ് ചെയ്തിരിക്കും. മക്കൾ വന്ന ശേഷം അവരുടെ കാര്യം നോക്കി അവരെ ഉറക്കിയിട്ട് രാവന്തിയോളം അവന് മെസ്സേജ് അയച്ചു കിടക്കും. അങ്ങനെ ചാറ്റ് ചെയ്ത് അറിയാതെ ഉറങ്ങിപ്പോകും. കുറിച്ച് ബോധമില്ലാതെ വരുന്ന സജി ഇതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവളും അയാളെ ശ്രദ്ധിക്കാതെ പാടെ അവഗണിച്ചു. ഫേസ്ബുക്കിൽ നിന്നും വാട്സപ്പിലേക്കും പിന്നെ കോളിങ്ങിലേക്കും അവരുടെ ബന്ധം വളർന്നു. സുജി, നമുക്കൊരുമിച്ച് ജീവിക്കാമോ? എത്ര നാളെന്ന് വെച്ചാണ് നമ്മൾ എങ്ങനെ കഴിയുക? ഒരു ജീവിതമല്ലേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റിയില്ലേന് പിന്നെ എന്ത് ജീവിതമാണോ? ഒരു ദിവസം അമൽ ചോദിച്ചു. ഞാനും അമൽ ഭാരതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നടക്കില്ലല്ലോ. എന്നെ അങ്ങേർക്ക് ആവശ്യമില്ലെങ്കിലും മക്കളുള്ളതുകൊണ്ട് സജിയേട്ടൻ എനിക്ക് ഡിവോഴ്സ് ഒന്നും തരത്തില്ല. സുചി കൂടെ വരുമെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എൻ്റെ മക്കളില്ലാതെ എനിക്കൊരു ജീവിതം വേണ്ടാമേ. മക്കളെ ജീവനായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങേരെ സഹിച്ചു കിടക്കുന്നത്. മക്കളെയും കൊണ്ട് പോന്നുവോ? സുജിയുടെ മക്കൾ എൻ്റെയും മക്കളാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പിന്നീട് അമലിന് തന്നെ അവരൊരു ഭാരമാകും. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല സുജി. 1 വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട്. എത്ര വർഷം ഇങ്ങനെ പരസ്പരം കാണാതെ ഫോണിലൂടെ സംസാരിച്ച് നമ്മൾ ജീവിക്കും. സുജിക്ക് എന്നോട് ഒരു തര സ്നേഹം പോലും ഉണ്ട്. അമലിനോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഈ ജന്മം ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമാകും എന്നോർത്തല്ല ഞാൻ അമലിനെ സ്നേഹിച്ചത്. അകലോളിരുന്നായാലും എന്നെ സ്നേഹിക്കാനും എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും ഒരാൾ. കുടിക്കുമെങ്കിലും മക്കൾക്ക് അവരുടെ അച്ഛനെന്ന് വെച്ചാൽ ജീവനാണ്. സജിയേടിന് തിരിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അമലിനോർത്തൊരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ടല്ല സ്നേഹിച്ചത്. എൻ്റെ ജന്മം ഇങ്ങനെ പോട്ടെ. അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിക്കാം അമൽ. സുജി, നിനക്ക് ഞാൻ വെറും നേരമ്പുക മാത്രമായിരുന്നു. അമലിൻ്റെ സ്വരം ഇടറിയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത് അമൽ. സജിയേട്ടൻ എന്നെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലാരോട് സംസാരിച്ച് കല്യാണമൊക്കെ കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ അങ്ങേരൊരിക്കലും എന്നെ വേണ്ടെന്ന് വയ്ക്കില്ല. നിന്നോട് സ്നേഹമില്ലാത്ത ഒരു ഭർത്താവിനെ പേണോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്ക്.
അയാൾ ഡിവോഴ്സ് തരണ്ടായെന്ന് ഉറപ്പുള്ളപ്പോൾ നിനക്ക് എൻ്റെ കൂടെ ഇറങ്ങി പോന്നൂടെ? മക്കളെയും കൂടെ കൂട്ടിക്കൂ. ഞാൻ നോക്കും നിങ്ങളെ. ഒരു മോള് നഷ്ടപ്പെട്ട എനിക്ക് നിന്നെയും മക്കളെയും ജീവനായി കണ്ട് സ്നേഹിക്കാൻ പറ്റും. എനിക്കൊന്ന് ആലോചിക്കണമൻ. എടുത്തു ചാടി ഒരു തീരുമാനം പറയാൻ എനിക്ക് കഴിയില്ല, സുചിത്ര പറഞ്ഞു. നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് അമലിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയമാണ് ഞാൻ ചോദിച്ചതമ്മൻ. ശരി, അടുത്ത ആഴ്ച ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. നിന്റെ തീരുമാനം അറിയിച്ചാൽ മതി. പോസിറ്റീവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ നീയും മക്കളും ഉണ്ടാകും. സാക്ഷി ഒരിക്കലും നിങ്ങളെ തേടി വരാതെ ഞാൻ സംരക്ഷിച്ചോളാം. ശരിയമ്മ, ഞാൻ ആലോചിച്ച് ഒരു തീരുമാനം പറയാം. ഒരുപാട് വൈകരുത്. ഇല്ല. കോൾ കട്ട് ചെയ്ത് കുറച്ച് സമയം അവൾ ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. ഒളിച്ചോടിപ്പോകാനാണ് അവൾ വിളിക്കുന്നത്. തനിക്ക് അവളിനെ ഇഷ്ടമാണ്, കൂടെ ജീവിക്കാനും ആഗ്രഹമുണ്ട്. പക്ഷെ ഒളിച്ചോടിപ്പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭർത്താവുള്ള താൻ ബന്ധം പോലും പിരിയാതിരിക്കുമ്പോൾ അന്യപുരുഷനൊപ്പം പോയാൽ അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ കൂടെ ബാധിക്കും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് അമലിനെ സ്നേഹിക്കുമ്പോഴും ഒരകലത്തിൽ തന്നെ നിർത്തിയിടണം. ഒരു പക്ഷേ മനസ്സ് കൈവിട്ട് എന്തെങ്കിലും അവിവേകത്തിന് മുതിർന്നാലോ എത്ര പേടി മനസ്സിലുണ്ടായിരുന്നു. തന്നെ മനസ്സിലാക്കുകയും തൻ്റെ സങ്കടം കേൾക്കാനും ഒരാളുണ്ടായപ്പോൾ അവളിനെ അറിയാതെ സ്നേഹിച്ചു പോയി. അതൊരു ഒളിച്ചോട്ടത്തിൽ അവസാനിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? മക്കളുടെ ഭാവി. അമലിന് തൻ്റെ മക്കൾ പിന്നീടൊരു അധികപ്പറ്റായാൽ എന്ത് ചെയ്യും? താൻ നോ പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ പിണങ്ങി പോകുമായിരിക്കും. പിന്നീട് ഒരിക്കലും മിണ്ടിയെന്നവരല്ല. അവളിന് നഷ്ടപ്പെടാനും വയ്യ, കൂടെ പോകാനും മനസ്സ് വരുന്നില്ല. ഇപ്പോഴുള്ളതുപോലെ നല്ലൊരു സുഹൃത്തായെങ്കിലും കൂടെ ഉണ്ടായിരുന്നാൽ മതിയെന്നാണ് ആഗ്രഹം. അത് നടക്കുമോ എന്നറിയില്ല. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ സുചിത്ര വിഷണ്ണയായി. ഒരാഴ്ച കടന്നുപോയി. അവൾ മുംബൈയിൽ നിന്ന് ഒരാഴ്ചത്തെ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ തൊട്ട് അവളുടെ തീരുമാനം അറിയാൻ അവൻ എന്നും കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. വരുന്നില്ല എന്ന് തന്നെയായിരുന്നു സുചിത്രയുടെ മറുപടി. അവന് ഇനി അവളെ കൂടാതെ പറ്റില്ലെന്നും കൂടെ വരണമെന്നും മുംബൈയിൽ പോയി കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാമെന്നും അവൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ മുംബൈക്ക് തിരിച്ചു പോകുന്നതിന് 2 ദിവസം മുമ്പുള്ള ഒരു രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാതെ സുചിത്രയ്ക്ക് മെസ്സേജ് അയക്കുകയാണ് അമൽ. അവൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി സുചിത്രയും അയച്ചുകൊണ്ടിരുന്നു. സുചി, നാളെ കഴിഞ്ഞാൽ ഞാൻ പോകും. ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വെറുത്തുപോയി ആർക്കോ വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ തോന്നിയതും വീണ്ടും സന്തോഷമുള്ള പഴയ കുടുംബജീവിതത്തിലേക്ക് മടങ്ങി വരാനും ആഗ്രഹിച്ചത് നീ കാരണമാണ്. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി സുചി, മറക്കാൻ പറയരുത്. നിന്നെ സ്നേഹിക്കാത്ത ഒരുവനൊപ്പം നീ എന്തിനു കളയുന്നു? കുന്നോളം സ്നേഹം ഈ നെഞ്ചോ കരുതി ഞാൻ വിളിച്ചിട്ടും നീ എന്തേ മുഖം തിരിക്കുന്നു? അമ്മ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ് ഞാൻ സജിയേടനൊപ്പം ജീവിക്കുന്നത്. അവരെ അവരുടെ അച്ഛനിൽ നിന്നും ഒരിക്കലും ഞാൻ പറിച്ചു മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ അവർക്കിഷ്ടം അങ്ങേരോടാണ്. എങ്കിൽ മക്കളെ സജിക്ക് വിട്ടുകൊടുത്ത് നീ എൻ്റെ ഒപ്പം വാ. നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ സജി ഇന്ന് ഉറപ്പായും ഡിവോഴ്സ് തരും. മക്കളെ കാണാൻ തോന്നുമ്പോൾ നിനക്ക് പോകാം. എന്നിലൂടെ നിനക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാകും. എന്തിനാ നിനക്കിഷ്ടപ്പെട്ട ജീവിതം നീ വേണ്ടെന്ന് വെക്കുന്നത്? വേണ്ടാമ, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല. സുജി, മറ്റന്നാൾ ഉച്ചയ്ക്ക് ഞാൻ പോകുമ്പോൾ നീ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും എന്നെ ജീവനോടെ കാണില്ല. ജീവിക്കാൻ എനിക്ക് പ്രതീക്ഷയായി നീ ഇല്ലാതെ ഒരു ജീവിതം വേണ്ട എന്ന് ഞാൻ വെച്ചു. ആർക്കോ വേണ്ടി ഓർഗാനിക്കുന്ന പോലുള്ള നിന്റെ നരക ജീവിതം കാണാൻ എനിക്കിനി കഴിയില്ല. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാത്തിരിക്കും. ബാക്കി എന്തൊക്കെ തീരുമാനിക്കാം. ഒന്നുകൂടെ അമ്മ ആലോചിച്ച് മറുപടി പറയും. അമലന്റെ ആ മെസ്സേജ് വായിച്ചപ്പോൾ സുചിത്ര ധർമ്മസങ്കടത്തിലായി.
അവനെ എങ്ങനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന ആലോചനയിലായിരുന്നു അവൾ. ഒരു ഒളിച്ചോട്ടം മനസ്സുകൊണ്ട് അവൾ ആഗ്രഹിച്ചില്ല. സജിയുമായി വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ അമലിനോട് തന്റെ വീട്ടുകാരോട് വന്ന് സംസാരിക്കാൻ പറയാമായിരുന്നു. അവനുള്ള മറുപടി ആലോചിച്ചു കിടന്ന് അവൾ ഉറങ്ങിപ്പോയി. സമയം അപ്പോൾ വെളുപ്പിന് 3:30 കഴിഞ്ഞിരുന്നു. സുചിത്രയുടെ മറുപടി നോക്കി അങ്ങേ തലയ്ക്ക് അമൽ ഉറക്കമറിഞ്ഞിരിക്കുകയായിരുന്നു. സുചിത്രയെ ഓൺലൈൻ കാണിച്ചിട്ടും എന്തുകൊണ്ടാണ് അവൾ റിപ്ലൈ അയക്കാത്തതെന്ന് ആലോചിച്ച് അമൽ അവൾക്ക് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. സുചി, നീ എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ വിളിച്ചാൽ കൂടെ വരില്ലേ നീ? എന്നെ നിനക്കിഷ്ടമല്ലേ? മറുപടിയൊന്നും കിട്ടാതെ ആയപ്പോൾ അമൽ അവളെ ഫോണിൽ വിളിച്ചു. സൈലന്റ് മോഡലായിരുന്ന ഫോൺ റിങ് ചെയ്തു കട്ടായി. അമൽ പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. ഇതൊന്നും അറിയാതെ സുജിത ഉറങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയത്താണ് സജി ഉറക്കത്തിൽ നിന്നും ഉണരുന്നത്. ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റതായിരുന്നു അയാൾ. ഇരുട്ടിൽ മൊബൈലിന്റെ തെളിച്ചം കണ്ടാണ് സജി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്. സുചിത്ര മറുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. മൊബൈലിൽ അമൽ എന്ന പേര് തെളിഞ്ഞു കാണുന്നുണ്ട്. റിങ് തീർന്ന് കോൾ കട്ടായി. സജിക്ക് മദ്യത്തിന്റെ കെത്തൊക്കെ വിട്ടിരുന്നു. ഈ രാത്രി അവളെ ആരാണ് വിളിക്കുന്നതെന്നറിയാനായി അയാൾ അവളുടെ മൊബൈൽ എടുത്തു നോക്കി. അമലിന്റെ മെസ്സേജ് കണ്ട് അത് തുറന്ന് വായിച്ചു നോക്കി. എന്താ സുജി, മെസ്സേജ് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത്? ഞാൻ എത്ര തവണ വിളിച്ചു? അമൽ മെസ്സേജ് സീനായത് കണ്ട് അയച്ചതാണ്. സജി നെറ്റ് ഓഫ് ചെയ്ത ശേഷം മെസ്സേജ് മുഴുവനും വായിച്ചു നോക്കി. അയാൾക്ക് അവളോട് അതിയായ ദേഷ്യം തോന്നി, വെറുപ്പ് തോന്നി. ഏറ്റവും ഒടുവിൽ സ്വയം പുച്ഛം തോന്നി. സുചിത്രയോട് ദേഷ്യപ്പെട്ടിട്ടോ വെറുത്തിട്ടോ കാര്യമില്ലെന്നും തൻ്റെ തെറ്റാണെന്നും ആലോചിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ഇത്രയേറെ വിഷമതകൾ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോഴാണ് അയാൾ തിരിച്ചറിയുന്നത് ചിലവനായി കുറെ കാശ് കൊടുത്താൽ തീരുന്നതാണ് തൻ്റെ കടമകളെന്ന ധാരണയായിരുന്നു അയാൾക്ക്. സുചിത്രയെ താൻ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. കുറ്റബോധം കൊണ്ട് സജിയുടെ മനസ്സ് നേടി. അവളുമായുള്ള ചാറ്റൊക്കെ കണ്ടപ്പോൾ അവളോട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ അവളോട് അയാൾക്ക് അലിവ് തോന്നി. തൻ്റെ കൂടെ തെറ്റാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. കുറേ വർഷങ്ങൾക്ക് ശേഷം സ്വബോധത്തോടെ സജി അവളെ നോക്കി. വാത്സല്യത്തോടെ നെറുകയിൽ തലോടി. ഫോൺ അവളുടെ സമീപത്തായി വെച്ചിട്ട് അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അന്ന് പതിവിലും വൈകിയാണ് സുചിത്ര ഉറക്കമെണീറ്റത്. അപ്പോഴേക്കും സജി ജോലിക്ക് പോയിരുന്നു. എണീറ്റ് പാരെ മക്കളെ ധൃതിയിൽ സ്കൂളിൽ പറഞ്ഞയച്ച ശേഷമാണ് അവൾ അമലിന്റെ മെസ്സേജ് എടുത്ത് നോക്കിയത്. അവന്റെ മെസ്സേജൊക്കെ വായിച്ച് താൻ ഉറങ്ങിപ്പോയതാകുമെന്ന് അവൾ വിചാരിച്ചു. ഫോണിൽ അവന്റെ കുറേ മിസ് കോളും ഉണ്ടായിരുന്നു. ഒരു ഒളിച്ചോട്ടത്തിന് ഞാൻ തയ്യാറല്ലാന്ന്. നാളെ രാവിലെ സജിയേട്ടൻ സുബോധത്തിലിരിക്കുമ്പോൾ ഞാൻ കാര്യം പറയുന്നുണ്ട്. എനിക്ക് അമലിനെ ഇഷ്ടമാണെന്ന് ഞാൻ പറയും. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. സജിയേട്ടനോട് വീട്ടുകാർ മുഖേന ഞാൻ ഡിവോഴ്സ് തരാൻ പറയും. എന്നിട്ട് അമൽ അമ്മയെയും സഹോദരിയെയും കൂട്ടി വന്ന് എൻ്റെ വീട്ടിൽ സംസാരിക്കൂ. നമുക്ക് അങ്ങനെ ചെയ്യാം. സുചിത്രയ്ക്ക് അങ്ങനെ മറുപടി കൊടുക്കാനാണ് അപ്പോൾ തോന്നിയത്. അമൽ ആ മെസ്സേജ് കണ്ടെങ്കിലും അവൾക്ക് റിപ്ലൈ കൊടുത്തില്ല. വാട്സപ്പ്, FB ഒക്കെ അവൻ അവളെ ബ്ലോക്കാക്കി. അമലിന്റെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്ന അവൾ അതൊരു കനത്ത പ്രഹരം തന്നെയായിരുന്നു. അമൽ ഒരു പിന്മാനുക സംഘത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു. തൻ്റെ അടവുകളൊന്നും ഏൽക്കില്ല എന്ന് തോന്നിയതാണ് അവൻ അവളെ ബ്ലോക്ക് ചെയ്തത്. ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അമലിന്റെ ഉദ്ദേശം ചതിക്കാനായിരുന്നു എന്ന് സുചിത്രയ്ക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ അവനെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കൂടെ ഇറങ്ങിപ്പോകാൻ തോന്നാത്തത് ഭാഗ്യമായി തോന്നി അവൾക്ക്. അന്ന് വൈകുന്നേരം പതിവില്ലാതെ സജി നേരത്തെ വന്നു. അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിവിന് വിപരീതമായി സജി കുടിക്കാതെ വന്നത് കണ്ട് സുചിത്രയ്ക്ക് അതിശയമായി. മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സുചിത്രയെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ചായ ഇടാനായി അടുക്കളയിലേക്ക് പോകാൻ തുനിയ അവൾ അത്ഭുതത്തോടെ അയാളെ നോക്കി. എത്രയോ നാളുകൾക്ക് ശേഷമാണ് അയാൾ അവളോട് സംസാരിക്കുന്നത്. എന്താ സജിയേട്ടാ? സുചിത്ര ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. എന്നെയും മക്കളെ ഉപേക്ഷിച്ച് നീ പോയില്ലല്ലോ. ഒത്തിരി നന്ദിയുണ്ട് സുചിത്രേ. നിന്നോട് ഞാൻ
നീതി പുലർത്തിയിട്ടില്ല ഇന്ന് വരെ. എന്നിട്ടും ഒരു പരാതിയും പറയാതെ നീ എനിക്ക് വെച്ചു വിളമ്പി ഇവിടെ തന്നെ നിന്നില്ലേ. എനിക്കിതെല്ലാം ബുദ്ധി തോന്നാൻ നിന്റെ ഫോണിലെ മെസ്സേജ് കാണേണ്ടി വന്നു. ഇത്തിരി വൈകിയാണെങ്കിലും എനിക്കെൻ്റെ തെറ്റുകൾ ബോധ്യമായി. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇനി ഞാൻ കുറിച്ച് ബോധമില്ലാതെ വരില്ല. നിന്നെ പരിഗണിക്കാതെ അപമാനിച്ചതിനൊക്കെ മാപ്പ് തരില്ലേ നീ. വീട്ടു ചിലവനായി കുറെ പൈസ തന്നാൽ തീരുന്നതാണ് എൻ്റെ കടമയെന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത്. എനിക്ക് നിന്നെ വേണം. സുചിത്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് വിരുമ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു, സജിയേട്ട, എനിക്ക് എന്തു പറയണമെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇന്നലെ ആ മെസ്സേജൊക്കെ കണ്ടപ്പോൾ നിന്നോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്നവരെ വിചാരിച്ചു. പിന്നെ മനസ്സിലെത്തി ഒന്ന് ആലോചിച്ചപ്പോൾ തോന്നി, തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന്. നീ എന്നെ തിരുത്താൻ നോക്കിയിട്ടും മാറാത്തത് എൻ്റെ തെറ്റല്ലേ. നിന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്ത് കാര്യമെന്ന് മനസ്സിലായി. എന്നോട് ക്ഷമിക്കുക സജിയേട്ട. ഈ വീട്ടിൽ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാ. അമ്മനുമായുള്ള അടുപ്പം, ഇത്തിരി സ്നേഹവും പരിഗണനയും ഏത് പെണ്ണ ആഗ്രഹിക്കാത്തത്? സുചിത്ര വെണ്ണിപ്പൊത്തി അയാളുടെ നെഞ്ചിലേക്ക് ചേർന്നു. കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതി മറന്നേക്ക്. ഇനി ഞാൻ കുടിച്ചിട്ട് വരില്ല. നഷ്ടപ്പെട്ട നമ്മുടെ നല്ല ദിവസങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക്. സജി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ പരസ്പരം ക്ഷമ പറഞ്ഞ് അവർ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തുടങ്ങി.